Good morning and welcome once again to Doctor's Talk. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ എന്നോടൊപ്പം ഡോക്ടർ രാജീവ് ജയദേവൻ. അദ്ദേഹം ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റാണ്. ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അൾസറാണ്, ഗ്യാസ്ട്രിക് അൾസർ. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും വയറിനുള്ളിലുണ്ടാകുന്ന, കുടലിലുണ്ടാകുന്ന അൾസറുകളെക്കുറിച്ച്. ആ അൾസർ എന്താണ്, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയും അതേപോലെ തന്നെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ അൾസർ. അതിനെക്കുറിച്ച് അതെന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് അൾസർ നിയന്ത്രിച്ച് നിർത്താൻ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡോക്ടർ സംസാരിക്കുന്നത്. ഡോക്ടറിലേക്ക് നമുക്ക് പോകാം. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഐ എം ഫൈൻ. ഡോക്ടർ, ഞാൻ പറഞ്ഞല്ലോ നമ്മളെ വിഷയം അൾസറാണ്. ഒരു പക്ഷേ ഈ അസിഡിറ്റിയും അൾസറും ഒക്കെ ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അസിഡിറ്റിയാണ് അൾസർ എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അൾസർ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു സാധനമാണെങ്കിൽ പോലും. അപ്പോൾ എന്താണ് അൾസർ എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അൾസർ എന്ന് ഉദ്ദേശിക്കുന്നത് പെപ്റ്റിക് അൾസർ ഡിസീസ്, അതാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. ആമാശയത്തിൽ ഉണ്ടാകുന്ന വ്രണം, വലിപ്പമേറിയ വ്രണത്തിനെയാണ് അൾസർ എന്ന് വിശേഷിപ്പിക്കാറ്. അൾസർ ആമാശയത്തിൽ മാത്രമല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയത്തിൽ എവിടെ വേണമെങ്കിലും അൾസർ പ്രത്യക്ഷപ്പെടാം. ഉദാഹരണത്തിന് വായിൽ, അല്ലെങ്കിൽ ഫുഡ് പൈപ്പിൽ, അതായത് അന്നനാളത്തിൽ, ചെറുകുടലിൽ, വൻകുടലിൽ, എല്ലായിടത്തും അൾസർ പ്രത്യക്ഷപ്പെടാം. പക്ഷേ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും പെപ്റ്റിക് അൾസറാണ്. അതായത് സ്റ്റമക്ക് അല്ലെങ്കിൽ ഡുവോഡിനം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം, ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന അൾസറിനെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ആമാശയ ഭിത്തി എന്ന് പറയുന്നത് വളരെ ലോലമായിട്ടുള്ളൊരു ചർമ്മമാണ്, മ്യൂക്കോസ എന്ന് വിളിക്കും. ഈ മ്യൂക്കോസയാണ് നമ്മുടെ ശരീരവും നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് നമ്മളെ വേർതിരിക്കുന്ന ഒരു ഭിത്തി, നമ്മുടെ ഒരു അതിർത്തി രേഖ എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഈ അതിർത്തി രേഖയിൽ എന്തെങ്കിലും ഒരു വിള്ളൽ ഉണ്ടാവുകയാണെങ്കിൽ അത് പിൽക്കാലത്ത് അൾസറിലേക്ക് നയിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ഘടകങ്ങൾ നമുക്ക് ചുറ്റും നിലവിലുണ്ട്. ആ ഘടകങ്ങളിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഈ അൾസർ, ഇപ്പം ഘടകങ്ങളെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അൾസർ ഉണ്ടാകാനുള്ള കാരണങ്ങളായിരിക്കും ഡോക്ടർ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് അടുത്ത ചോദ്യം, എന്താണ് കാരണങ്ങൾ? അൾസർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഹെലിക്കോബാക്ടർ പൈലോറൈ എന്ന് വിളിക്കുന്ന ഒരു രോഗാണുവാണ്. ഇറ്റ് ഇസ് എ ബാക്ടീരിയം. ബാക്ടീരിയം എന്ന് വെച്ചാൽ സൂക്ഷ്മമായിട്ട് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള രോഗാണു. ഇത് ഡിസീസ് ഫോമിംഗ് ബാക്ടീരിയ ഉണ്ട്, ഡിസീസ് ഫോം ചെയ്യാത്ത ബാക്ടീരിയ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട്, ആവശ്യമില്ലാത്ത ബാക്ടീരിയ ഉണ്ട്, രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഹെലിക്കോബാക്ടർ എന്ന് വിളിക്കുന്നത് രോഗമുണ്ടാക്കുന്ന തരം ബാക്ടീരിയ ആണ്. ചുരുക്കം പറഞ്ഞാൽ എല്ലാ ബാക്ടീരിയകളും രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളല്ല. പക്ഷേ ഹെലിക്കോബാക്ടർ നമ്മുടെ ആമാശയത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിലൊരു ചെറിയ ശതമാനം വ്യക്തികൾക്ക് അൾസർ ഉണ്ടാകാറുണ്ട്. ഈ അൾസർ കണ്ടുപിടിക്കപ്പെടാതിരുന്നാൽ കോംപ്ലിക്കേഷൻസ് വരുത്താറുമുണ്ട്. ഹെലിക്കോബാക്ടറിനെ പറ്റി പറയുമ്പോൾ അത് നോബൽ പ്രൈസിന് അർഹമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണെന്നും കൂടെ ഓർക്കുന്നത് നല്ലതാണ്. കാലം വരെ അൾസർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നൊരു ധാരണ മുൻകാലത്ത് ഡോക്ടർമാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വൺസ് ആൻ അൾസർ ഓൾവേസ് ആൻ അൾസർ എന്നൊരു പഴമൊഴി തന്നെ പണ്ട് ഡോക്ടർമാർക്കിടയിൽ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഹെലിക്കോബാക്ടർ മുഖേന ഉണ്ടാകുന്ന അൾസർ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ഹെലിക്കോബാക്ടർ മുഖേന ഉണ്ടാകുന്ന അൾസർ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെയും കാരണങ്ങളുണ്ടോ? അപ്പോൾ തീർച്ചയായും ഹെലിക്കോബാക്ടറിന് പുറമെ അൾസർ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്മോക്കിംഗ് ആണ്, പുകവലി. പുകവലിയോടൊപ്പം മദ്യപാനം കൂടി ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആമാശയ ഭിത്തിയുടെ ആ ഒരു ആവരണം, ദ ഇൻറ്റേർണൽ ലൈനിങ് ഓഫ് ദ സ്റ്റമക്ക്, അതിൽ ബ്രീച്ച് അല്ലെങ്കിൽ വിള്ളൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, പ്രത്യേകിച്ച് പറയേണ്ടത് ആസ്പിരിൻ, പിന്നെ പെയിൻ കില്ലേഴ്സ്. ഇപ്രകാരമുള്ള അൾസർ ഫോമിംഗ് മെഡിസിൻസ് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് പേഷ്യൻസ് ഉപയോഗിക്കാറുണ്ട്. ഈ മരുന്നുകളുടെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉപയോഗത്തിനാലാണ് ഇപ്പോൾ കറൻറ്റ് ഡേ പ്രാക്ടീസിൽ, ഇപ്പോഴത്തെ പ്രാക്ടീസിൽ അൾസേഴ്സ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. മറ്റു രീതിയിലുള്ള പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ രീതിയിലുള്ള അൾസേഴ്സ് ഇപ്പോൾ കുറവാണ്. പട്ടിണി കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരുപാട് കാലം ഭക്ഷണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ വയറിൽ അൾസർ വരുമെന്ന് പറയുമായിരുന്നു. ഇപ്പോഴങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ സുഭിക്ഷമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം മിസ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അവരിലും വിരളമായിട്ട് അൾസർ കണ്ടുവരാറുണ്ടെങ്കിലും പ്രധാനമായും ഹെലിക്കോബാക്ടറും ഈ ടാബ്ലറ്റ്സുമാണ്, മേൽപ്പറഞ്ഞ ടാബ്ലറ്റ്സുമാണ് അൾസർ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത്. യെസ്. ഈ മരുന്നുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ ആസ്പിരിൻ എന്ന് ഡോക്ടർ എടുത്ത് പറഞ്ഞു. ആസ്പിരിൻ, അതുപോലെ പെയിൻ കില്ലേഴ്സിനെ മാറ്റിയതിൽ ഈ ആസ്പിരിൻ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിലൊരു എൽഡർ ഏജ് ഗ്രൂപ്പ്, ഒരു എബവ് 50 years ഓഫ് ഏജ് വരുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ഹാർട്ട് ഡിസീസിൻ്റെയോ സ്ട്രോക്കിൻ്റെയോ ഒക്കെ റിസ്ക് ഉള്ള ആൾക്കാർ,
ബൈ പ്രിസ്ക്രിപ്ഷൻ തന്നെ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ഈ ആസ്പിരിൻ. അതിന് വേറൊരു പേരുണ്ട്, എക്കോസ്പിരിൻ. അതങ്ങനെ പറഞ്ഞാലേ കാണുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കുഴപ്പമാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം നമുക്കത് എല്ലാ ആൾക്കാരും അത് കഴിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അത് കഴിക്കേണ്ടാത്ത ഒരു ഗ്രൂപ്പുണ്ട്, അവരെ മാറ്റി നിർത്താൻ പറ്റുമോ, എങ്ങനെയാണ് അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും? ആസ്പിരിൻ കഴിക്കേണ്ടതിന് വ്യക്തമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള കാരണം ഇല്ലാതെ ആസ്പിരിൻ കഴിക്കാൻ പാടില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു മൾട്ടി വൈറ്റമിൻ കഴിക്കുന്ന ലാഘവത്തോടെ നമ്മൾ ആസ്പിരിനെ കാണാൻ പാടില്ല. ആസ്പിരിൻ ഒരു ഡോക്ടർ സമീപകാലത്ത്, ഇപ്പോഴത്തെ കറണ്ട് ഡേ പ്രാക്ടീസിൽ ഡോക്ടർ സാധാരണ ആസ്പിരിൻ എഴുതുന്നത് ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തസ്രാവത്തിന് കോംപ്രമൈസ് ഉള്ള പേഷ്യൻസ്, സ്ട്രോക്ക് വന്നിട്ടുള്ള പേഷ്യൻസ്, ഈ 2 കാറ്റഗറിയിലുള്ള പേഷ്യൻസിനാണ് ഇപ്പോൾ പ്രധാനമായും ആസ്പിരിൻ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് ആസ്പിരിൻ കണ്ടുപിടിച്ചപ്പോൾ അതൊരു പെയിൻ കില്ലറായിരുന്നു. അന്ന് ആസ്പിരിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തലവേദനയ്ക്ക് ആസ്പിരിൻ, കാലുവേദനയ്ക്ക് ആസ്പിരിൻ, വാദത്തിന് ആസ്പിരിൻ, എല്ലാത്തിലും ആസ്പിരിൻ കഴിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറി. അന്ന് ഇപ്പോൾ മേൽപ്പറഞ്ഞ തലവേദനയ്ക്കും മറ്റ് ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ആസ്പിരിൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന അതിൻ്റെ ഉപയോഗത്തിൻ്റെ ഇൻഡിക്കേഷൻസ് ചുരുങ്ങി ഇപ്പോൾ ഹാർട്ട് ഡിസീസിനും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സ്ട്രോക്ക് പ്രിവെൻഷനുമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് വളരെ ബ്രോഡായിട്ടുള്ളൊരു ഡയഗ്നോസിസ് ആണ്. പല തരത്തിലുള്ള കാർഡിയാക് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാർഡിയാക് കണ്ടീഷൻ, എല്ലാ കണ്ടീഷൻസിനും ആസ്പിരിൻ കഴിക്കണം എന്ന് നിർബന്ധമില്ല. അത് വ്യക്തമായിട്ടുള്ള അതിനുള്ള ഗൈഡ് ലൈൻസ് ഇൻ്റർനാഷണൽ സൊസൈറ്റീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഈവൻ അവൈലബിൾ ഓൺലൈൻ. അത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് ആസ്പിരിൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇപ്പോഴത്തെ പേഷ്യൻസ് പലരും വളരെ ഇൻ്റർനെറ്റ് സാവിയാണ്. നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ അറിയാൻ സാധിക്കും നിങ്ങൾ കഴിക്കുന്ന ആസ്പിരിൻ വാസ്തവത്തിൽ നിങ്ങൾ കഴിക്കേണ്ടതാണോ എന്ന് ഡോക്ടർമാരോട് ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നേക്കാം. കാരണം ആസ്പിരിൻ എന്നുള്ളത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരുത്തും. ഒന്ന്, GI ബ്ലീഡിങ്. ഞാനൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റാണ്, എൻഡോസ്കോപ്പിയാണ് എൻ്റെ വർക്ക്. അപ്പോൾ ഞാൻ കാണുന്ന GI ബ്ലീഡിങ്, ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൽ പ്രധാനമായിട്ടുള്ള ഒരു കണ്ണി ഈ ആസ്പിരിൻ തന്നെയാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഈ പേഷ്യൻറ്റിന് ആസ്പിരിൻ ആവശ്യമുണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പിന്നെ GI ബ്ലീഡിങ് വന്നിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് പിൽക്കാലത്ത് ആസ്പിരിൻ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കണം, നിർദ്ദേശപ്രകാരമായിരിക്കണം. അപ്പോൾ പറയാനുള്ളത് ആസ്പിരിൻ കഴിക്കുന്ന വ്യക്തികൾ ഒരു രണ്ടാമൊന്ന് വെരിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും, വെദർ യു റിക്വയർ ഇറ്റ് ഓർ നോട്ട് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ, 50 വയസ്സുള്ള ഒരാൾ ആസ്പിരിൻ കഴിച്ചു എന്ന് വെച്ചിട്ട് ഹാർട്ട് ഡിസീസ് വരാതിരിക്കില്ല. ദാറ്റ് ഇസ് നോട്ട് ട്രൂ. അങ്ങനെ ഒരു മിഥ്യയും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് ഒരു ആസ്പിരിൻ കഴിച്ചു കളയാം, ഹാർട്ട് ഡിസീസ് വരില്ല എന്നൊരു ധാരണ നിലവിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഇനി ആസ്പിരിൻ കഴിക്കേണ്ട ഇൻഡിക്കേഷൻസിൽ അത് പ്രധാനമായും അതെറോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ്, അതായത് ഹൃദയധമനികളിൽ ഉണ്ടാകുന്ന കട്ടപിടിക്കൽ, ഈ കട്ടപിടിക്കൽ ബാധിച്ചിട്ടുള്ള വ്യക്തികളിൽ ആസ്പിരിൻ കഴിക്കുന്നതിൽ കഴിവുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഡയബറ്റീസ് ഉള്ളവരും ഹാർട്ട് ഡിസീസ് ഉള്ളവരും ആസ്പിരിൻ കഴിക്കാറുണ്ട്. സ്ട്രോക്ക്, പ്രത്യേക തരത്തിലുള്ള സ്ട്രോക്ക് വന്നവരിലും ആസ്പിരിൻ ഗുണം ചെയ്യാറുണ്ട്. വേറൊരു പ്രോബ്ലം വരുന്നത്, നേരത്തെ ഡോക്ടർ പറഞ്ഞു ആസ്പിരിൻ കഴിക്കുന്നവരിൽ മിക്കവരും എൽഡർലി ആണെന്ന്. 50 എൽഡർലി അല്ല, 65-ഉം 75-ഉം ഒക്കെയാണ് ഇപ്പോഴത്തെ എൽഡർലി എന്ന് ഡിഫൈൻ ചെയ്യാറ്. 65 വയസ്സ് കഴിഞ്ഞവരിൽ ആസ്പിരിൻ ഉപയോഗിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം ബൈ ഇറ്റ് സെൽഫ് ഏജ് ഇസ് എ റിസ്ക് ഫാക്ടർ. ഈ 65 വയസ്സ് കഴിഞ്ഞവരിൽ അൾസറിൻ്റെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ ആസ്പിരിൻ ഉപയോഗിക്കുകയാണെങ്കിൽ സാധ്യത അതിനേക്കാളും കൂടുന്നു. ഇതിനു പുറമെ പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഐബിപ്രോഫെൻ, ഡിക്ലോഫെനാക്, നെപ്രോക്സൻ മുതലായിട്ടുള്ള പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് 10 മടങ്ങാവുകയാണ്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, സാധാരണ അൾസർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വയറുവേദനയെ പറ്റിയാണ് ആലോചിക്കാറ്. പക്ഷേ ഇപ്രകാരമുള്ള അൾസേഴ്സ് സൈലൻ്റ് ആയിരിക്കും, പേഷ്യൻ്റ് യാതൊരു ലക്ഷണവും ഉണ്ടാവില്ല. പലപ്പോഴും ഒരു മേജർ ബ്ലീഡായിട്ടായിരിക്കും ഇവർ കാഷ്വാലിറ്റിയിൽ വരാറ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എനിക്ക് വയറുവേദനയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ കുറിച്ചിടും ഇത് മിക്കവാറും ഒരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് അൾസർ ആയിരിക്കും. നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ വലിയൊരു അൾസർ അവിടെ ഉണ്ടാവുകയും അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ച കണ്ടുവരാറുണ്ട്. അപ്പോൾ പറയാനുള്ളത്, പ്രായം ആയിട്ടുള്ള വ്യക്തികൾ 65 ഇയേഴ്സ് ആൻഡ് ഓൾഡ് ആസ്പിരിൻ കഴിക്കുന്നവർ, അതിന് പുറമേ ആയിട്ട് പെയിൻ കില്ലേഴ്സ് വളരെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. സേഫ് ആയിട്ടുള്ളൊരു പെയിൻ കില്ലറിൻ്റെ പേര് പറയാം, അത് പാരസിറ്റമോളാണ്. നമ്മുടെ അവർ ഓൺ ക്രോസിൻ, ഡോളോ, മെറ്റാസിൻ, ടൈലനോൾ എന്ന് വിളിക്കുന്ന പാരസിറ്റമോൾ സേഫാണ്. അത് കൃത്യമായിട്ടുള്ള ഡോസിൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അൾസർ ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ ഒരു വിവരം പേഷ്യൻസിന് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ, ഇപ്പം നമ്മൾ അൾസറിനെ കുറിച്ച് പറഞ്ഞു, അൾസർ വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ അൾസർ വന്നാൽ, അല്ലെങ്കിൽ അൾസറിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത് തിരിച്ചറിയാനുള്ള സിംറ്റംസ് എന്തൊക്കെയാവാം? അൾസറിൻ്റെ ലക്ഷണങ്ങൾ
മുകൾ ഭാഗത്ത്, വയറിൻ്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന എരിച്ചിൽ അല്ലെങ്കിൽ വേദന, ഉള്ളിലേക്ക് തുരന്ന് കയറുന്ന രീതിയിലുള്ള വേദന, പ്രത്യേകിച്ചും വെളുപ്പിനെയുള്ള വേദന, രാവിലെ 3 മണിക്കോ അല്ലെങ്കിൽ 4 മണിക്കോ നമ്മൾ ഉണരാതെ തന്നെ കിടക്കുന്ന ഒരു അവസരത്തിൽ ഒരു വേദന അനുഭവപ്പെടുക, അത് തീർച്ചയായിട്ടും അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്രകാരമുള്ള വേദനയുള്ളവർ സൂക്ഷിക്കണം. ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വയറൊന്ന് വീർത്തിരിക്കുക, അല്ലെങ്കിൽ ഏമ്പക്കം വരിക, അല്ലെങ്കിൽ അസിഡിറ്റി പോലെയുള്ള സിംറ്റംസ് ഉണ്ട്, ഗ്യാസ് ഫീൽ ചെയ്യുക, ഇതൊന്നും സാധാരണ അൾസറിൻ്റെ ലക്ഷണങ്ങളല്ല. പിന്നെ വേറൊരു ലിമിറ്റേഷൻ ഉള്ളത്, ഈ അൾസറിൻ്റെ ലക്ഷണം കൊണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എൻഡോസ്കോപ്പിയും മറ്റും ഇല്ലാതിരുന്ന ഒരു 70-80 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ വയറുവേദനയും അൾസറാണെന്ന് ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തിരുന്നു. കാരണം അന്ന് ഇതിനുള്ള ടെക്നോളജി ഒന്നും ഡെവലപ്ഡ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ടെക്നോളജി ഡെവലപ്പ് ആയപ്പോഴാണ് മനസ്സിലാകുന്നത് ബഹുഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം പേഷ്യൻസിനും അൾസർ അല്ല, മറ്റ് അസുഖങ്ങളാണ് എന്നുള്ളത്. മാത്രവുമല്ല, അൾസറുള്ള പേഷ്യൻസിനെ നമ്മൾ തിരിഞ്ഞാലോചിച്ച് കഴിഞ്ഞാൽ അവർക്ക് വയറുവേദന ഉണ്ടാകണമെന്നില്ല. ഇൻ അതർ വേർഡ്സ്, അബ്ഡോമിനൽ പെയിൻ ഇസ് നോട്ട് എ റിലയബിൾ സിംറ്റം ഓഫ് അൾസർ ഡിസീസ്. വേദന ഉണ്ടായെന്ന് വെച്ചിട്ട് അൾസർ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ആ ഒരു വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ കോംപ്ലിക്കേറ്റഡ് അൾസർ എന്ന് പറയും. അതായത് ഡോക്ടർ പറഞ്ഞ നേരത്തെ അൾസർ ചികിത്സിക്കാതെ കണ്ടുപിടിക്കാതെ അവിടെ ഇരുന്ന് ജീർണിച്ച് വലുതായി ഈ ഭിത്തി തുരന്ന് പോയി കഴിഞ്ഞാൽ അത് പെർഫറേഷൻ ഉണ്ടാകും. അതായത് കുടൽ ഭിത്തി തുരന്ന് അത് പസ് പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇറ്റ്സ് കോൾഡ് എ ബവൽ പെർഫറേഷൻ അല്ലെങ്കിൽ സ്റ്റമക്ക് പെർഫറേഷൻ, അൾസർ പെർഫറേഷൻ എന്ന് വിളിക്കും. അതൊരു സർജിക്കൽ എമർജൻസിയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ തിയേറ്ററിൽ കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്ത് ഈ ദ്വാരം അടയ്ക്കുകയും അൾസറിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യണം. അതാണ് പെർഫറേഷൻ എന്ന് പറയുന്നത്. പെർഫറേഷൻ്റെ ലക്ഷണങ്ങൾ കടുത്ത വയറുവേദനയാണ്. കടുത്ത വയറുവേദനയും വയറ് ഒരു ഡ്രം മാതിരി വീർത്തിരിക്കുകയും പേഷ്യൻ്റ് ഒരു വിധത്തിലും ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു സഫറിങ് ആണ് അൾസർ പെർഫറേഷൻ്റെ ലക്ഷണം. അത് വളരെ വിരളമായിട്ടേ കണ്ടുവരാറുള്ളൂ. പിന്നെ ഉള്ളത് ബ്ലീഡിംഗ് ആണ്. ഈ അൾസർ എന്ന് പറയുന്നത് ആമാശയ ഭിത്തിയിലാണ് സാധാരണ കാണുന്നത്. ഈ ഭിത്തിയിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, രക്തക്കുഴലുകൾ. ഈ അൾസർ തുരന്ന് പോകുമ്പോഴത്തേക്കും ഈ ബ്ലഡ് വെസലിനെയും കൂടെ തുരന്നിട്ടാണ് ഈ അൾസർ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മരത്തിൻ്റെ അടിയിലുള്ള വേരുകൾ സോയിൽ ഇറോഷൻ മൂലം അല്ലെങ്കിൽ മഴവെള്ളപ്പാച്ചിൽ ഈ വേരുകൾ പുറത്തേക്ക് വരുന്നതുമാതിരി അൾസർ വരുമ്പോൾ ബ്ലഡ് വെസൽസ് പുറത്തേക്ക് കാണപ്പെടുകയും ആ ബ്ലഡ് വെസൽസിൽ സുഷിരമുണ്ടായി അതിൽ നിന്നും ബ്ലീഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ബ്ലീഡിങ്ങും ഒരു മേജർ കോംപ്ലിക്കേഷനാണ്. രക്തം ഛർദ്ദിക്കൽ അല്ലെങ്കിൽ ശോധനയിൽ രക്തം പോകൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇതൊരു എമർജൻസി ആയിട്ട് വരും. ഇൻറ്റൻസീവ് കെയർ ആവശ്യമാണ്. എൻഡോസ്കോപ്പി വേണ്ടി വരും. എൻഡോസ്കോപ്പി മുഖേന തന്നെ പല ചികിത്സകളും നമുക്ക് ഇപ്രകാരമുള്ള പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കാറുണ്ട്. മറ്റൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്സ്ട്രക്ഷനാണ്. അൾസർ ഇരുന്ന് കരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഒരു വടുവായിട്ട് മാറി ആമാശയത്തിൻ്റെ ഷേപ്പ് തന്നെ മാറി, ആകൃതി മാറിയിട്ട് അതിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ പുറത്തേക്ക് പോകാതെയുള്ള അവസ്ഥ. ഇപ്രകാരമുള്ള പേഷ്യൻസിന് നിരന്തരമായിട്ടുള്ള ഏമ്പക്കം വരികയും ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് വോമിറ്റിംഗ് വരികയും ചെയ്യും. എന്ന് വെച്ച് വോമിറ്റിംഗ് വരുന്ന എല്ലാവർക്കും അൾസർ ഉണ്ടാകണമെന്നില്ല. ഇക്കാലത്ത് വോമിറ്റിംഗ് കൂടുതലായിട്ട് കണ്ടുവരാറുള്ള ഡയബറ്റിക് പേഷ്യൻസിനാണ്. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് അവരുടെ സ്റ്റൊമക്കിൻ്റെ ചലനം കുറവായിരിക്കും. അവരിൽ പലർക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ വോമിറ്റിംഗ് എന്നുള്ള ഒരു സിംറ്റംസ് വരാറുണ്ട്. അത് അൾസറുമായിട്ട് ബന്ധമുള്ളതല്ല. പക്ഷേ അൾസറിലേക്ക് തിരിച്ചു വന്ന ഈ ബ്ലോക്കേജ് വരുമ്പോൾ വയറ് വല്ലാതെ വീർക്കുകയും നിരന്തരമായിട്ടുള്ള വോമിറ്റിംഗ് വരികയും ചെയ്യാറുണ്ട്. ഇവർക്കും മിക്കവാറും സർജറി വേണ്ടി വരാറുണ്ട്. ഈ അൾസറിൻ്റെ സിംറ്റംസ്, ഇപ്പോൾ ഒരു ബേസിക് സിംറ്റംസ് കാണുന്ന ഒരു അൾസർ പേഷ്യൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് പിന്നെ നമുക്ക് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യുക? അൾസർ ഡയഗ്നോസ് ചെയ്യുന്ന ടെക്നിക്കിനെ എൻഡോസ്കോപ്പി എന്ന് വിളിക്കും. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയാവുന്നതാണ്. വായ വഴി ഒരു നേർത്ത ട്യൂബ് കടത്തി അന്നനാളം വഴി ആമാശയത്തിലേക്ക് കടത്തി അതിലുള്ള ദൃശ്യങ്ങൾ തത്സമയം ഒരു TV സ്ക്രീനിൽ കാണുന്ന പ്രക്രിയയ്ക്കാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോസ്കോപ്പി പ്രൊവൈഡ്സ് ഫോർ ഡയറക്റ്റ് വിഷ്വലൈസേഷൻ. നേരിട്ട് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കുക. ഈ എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് പണ്ടൊക്കെ വളരെ വലിയ നമ്മുടെ ഒരു തള്ളവിരലിൻ്റെ വലുപ്പമുള്ള ട്യൂബായിരുന്നു. ഇപ്പോൾ അത് വളരെ ചെറുതായിട്ടുണ്ട്. ഏകദേശം ചെറുവിരലിൻ്റെ വണ്ണമേ ഉള്ളൂ. അത് സെഡേഷൻ കൊടുത്തും ചെയ്യാവുന്നതാണ്, സെഡേഷൻ ഇല്ലാതെയും ചെയ്യാവുന്നതാണ്. സെഡേഷൻ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ സുഖമായിട്ട് ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കോംപ്ലിക്കേഷൻസ് തീരെ ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് എൻഡോസ്കോപ്പി. ഒരു 10 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അൾസർ ഉണ്ടോ, അത് വയറുവേദനയ്ക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, നേരത്തെ പറഞ്ഞ ഹെലിക്കോബാക്ടർ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ ആമാശയത്തിൽ നിന്നും ഒരു ദശ കുത്തിയെടുത്ത് അവിടെ ബെഡ് സൈഡിൽ വെച്ച് തന്നെ പരിശോധിച്ച് ഈ ബാക്ടീരിയ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കാവുന്നതാണ്.
അഥവാ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്രകാരമുള്ള പല അഡ്വാൻറ്റേജസും നമുക്ക് തരുന്ന ഒരു ടെസ്റ്റാണ് എൻഡോസ്കോപ്പി. പിന്നെ ഇങ്ങനെയുള്ള ദീർഘകാലം ഈ ലക്ഷണങ്ങളുള്ള പേഷ്യൻസിന് നമ്മൾ എൻഡോസ്കോപ്പി റെക്കമെൻഡ് ചെയ്യാറുണ്ട്. 1-2 ആഴ്ചത്തെ വയറുവേദനയ്ക്ക് എൻഡോസ്കോപ്പിയുടെ ആവശ്യമില്ല, മരുന്ന് കഴിക്കുകയാണ് ചെയ്യേണ്ടത്, ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടതാണ് ചെയ്യേണ്ടത്. അല്ലാതെ 1-2 ആഴ്ച പെയിൻ ഉണ്ടെന്ന് വെച്ചിട്ട് എൻഡോസ്കോപ്പി വേണം എന്ന് നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഏതായാലും ഈ എൻഡോസ്കോപ്പി നിർദ്ദേശിക്കുന്ന ഡോക്ടർ തന്നെയാണ്. പക്ഷേ പലരും അൾസർ ഉണ്ടോ എന്നുള്ളൊരു പേടി കാരണം, പ്രത്യേകിച്ചും ഇൻ്റർനെറ്റൊക്കെ നോക്കിയിട്ട് അബ്ഡോമിനൽ പെയിൻ എന്ന് പറഞ്ഞാൽ അൾസർ ആണോ എന്നുള്ള പേടിയിൽ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി വരാറുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്ത് കുറച്ച് കാലം നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുകയും അവർ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വേദന മാറാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു എൻഡോസ്കോപ്പി നമുക്ക് വേണ്ടി വന്നേക്കാം. ഓക്കെ, നമുക്ക് അൾസർ ചികിത്സിച്ചില്ലെങ്കിൽ നമുക്ക് അൾസറിന് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഹെലിക്കോബാക്ടർ പൈലോറി കാരണം ഉണ്ടാകുന്ന അൾസേഴ്സ് ഇപ്പം ഗ്യാസ്ട്രിക് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഹെലിക്കോബാക്ടർ എന്നുള്ള ബാക്ടീരിയ ആണ് അൾസർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ക്യാൻസർ, അതായത് സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ക്യാൻസർ, ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസറിൻ്റെ കാരണവും ഹെലിക്കോബാക്ടർ തന്നെയാണ്. എന്ന് വെച്ച് ഹെലിക്കോബാക്ടർ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം അത് ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് നിസ്സാരമായിട്ട് ചികിത്സിക്കാവുന്നതാണ്. അത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, സാധാരണ ആൻറ്റിബയോട്ടിക്സ് അല്ല, ഇതിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക് കോഴ്സ് ഉണ്ട്. ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഹെലിക്കോബാക്ടർ പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അവർക്ക് പിൽക്കാലത്ത് ക്യാൻസർ വരികയുമില്ല, അൾസറും വരികയില്ല. അപ്പോൾ ഹെലിക്കോബാക്ടർ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നുകൂടുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടിയും വെള്ളത്തിൽ കൂടിയുമാണ്. ഒരുപക്ഷെ കിണറ്റിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ അല്ലാതെയുള്ള വാട്ടർ സപ്ലൈ, അതിൽ നിന്നൊക്കെയാണ് ഹെലിക്കോബാക്ടർ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്നത്. ഈ ബാക്ടീരിയയുടെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ ബാക്ടീരിയയ്ക്കും ഒരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ച് അവർ യാത്ര ചെയ്യാറുണ്ട്. എങ്ങനെ യാത്ര ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവർ സഞ്ചരിച്ച് അവരെത്തിപ്പെടുന്നത് അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ അവരെത്തിപ്പെടാറുള്ളൂ. ഫോർ എക്സാമ്പിൾ, അമേരിക്കയിലെ ചില ഹോട്ട് വാട്ടർ സ്ട്രീംസ് കാണാറുണ്ട്. വളരെ ഹൈ ടെമ്പറേച്ചറിൽ വെള്ളം ഒഴുകുന്ന ചില നദികളുണ്ട്. അതിനകത്ത് മാത്രം ജീവിക്കുന്ന തെർമോഫിലിക് ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ആമാശയമാണെങ്കിൽ വളരെയധികം ആസിഡ് നിർമ്മിക്കപ്പെടുന്ന ഒരു ഫാക്ടറിയാണ്, ആസിഡ് ഫാക്ടറിയാണ് നമ്മുടെ ആമാശയം എന്ന് പറയുന്നത്. അത്ഭുതകരമായിട്ടുള്ളൊരു അവയവമാണ്. ഈ ആസിഡിനെ ഇഷ്ടപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് ഈ ഹെലിക്കോബാക്ടർ. അപ്പോൾ അവർ നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തി നമ്മുടെ ആമാശയത്തിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹെലിക്കോബാക്ടർ നമ്മുടെ ആമാശയത്തിൽ മാത്രം കണ്ടുവരുന്നത്. അവർക്ക് വേറെ ഒരു സാഹചര്യത്തിലും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്നറിയുന്നു. അതുകൊണ്ട് അവർ സ്റ്റമക്കിൽ ആസിഡ് ഉള്ള ഒരു എൻവയറമെൻറ്റിലാണ് ജീവിക്കുന്നത്. എൻവയറമെൻറ്റിൽ ജീവിക്കുന്നതോടൊപ്പം ചില കേസിലെ ഇങ്ങനെയുള്ള അൾസറും മറ്റും ഉണ്ടാക്കാറുള്ളൂ. ഹെലിക്കോബാക്ടർ ഉള്ള മിക്ക പേഷ്യൻസിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. മറിച്ച് പറഞ്ഞാൽ ടൈഫോയിഡോ TB പോലെയുള്ള ഇൻഫെക്ഷൻ അല്ല ഹെലിക്കോബാക്ടർ. ഹെലിക്കോബാക്ടർ കണ്ടെത്തിക്കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവരെയും പോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം കാണുന്നില്ല. കാരണം ലോക ജനതയിൽ കോടിക്കണക്കിന് ആൾക്കാർക്കുള്ള ഒരു ഇൻഫെക്ഷനാണ് ഹെലിക്കോബാക്ടർ. ഈ ഹെലിക്കോബാക്ടർ പൈലോറി ഭാവിയിൽ ഹെലിക്കോബാക്ടർ പൈലോറി ഇൻഫെക്ഷൻ ആസ് സച്ച് ആൻഡ് അൾസർ ഉണ്ടാവുകയാണെങ്കിൽ അതും ഭാവിയിൽ ഗ്യാസ്ട്രിക് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണോ എന്ന് നമ്മൾ എങ്ങനെ, അതിലും എൻഡോസ്കോപ്പി തന്നെയാണോ നമുക്ക് പരിഹാരം? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണിത്. ഡോക്ടർ ചോദിച്ചത്, നമ്മളൊരാൾക്ക് ഒരു അൾസർ ഡയഗ്നോസിസ് ചെയ്യുന്നു, എൻഡോസ്കോപ്പി മുഖേന അൾസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നു, ചികിത്സിക്കുന്നു. ഇനി ചികിത്സിച്ചുകൊണ്ട് മാത്രം കാര്യം കഴിയുന്നില്ല. നമ്മൾ ആ പേഷ്യൻറ്റിനെ വീണ്ടും തിരികെ വിളിച്ച് രണ്ടാമത് എൻഡോസ്കോപ്പി ചെയ്ത് ഈ അൾസർ പൂർണ്ണമായിട്ടും ഭേദമായി കരിഞ്ഞുപോയി എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അതൊരു നിയമമാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ലോസ് ഇൻ മെഡിസിൻ. അപ്പോൾ അൾസർ, ഞാൻ പറയുന്നത് വളരെ ചെറിയ അൾസർ അല്ല, മേജർ ആയിട്ടുള്ള ഒരു അൾസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പേഷ്യൻറ്റിനെ തിരികെ വിളിച്ച് എൻഡോസ്കോപ്പി ചെയ്യണം. അതിനുള്ള കാരണം പറയുന്നത്, വിരളമായിട്ട് ക്യാൻസർ ആയിട്ടുള്ള ചില അൾസേഴ്സ് കണ്ടുവരാറുണ്ട്. അവ നമ്മൾ മരുന്ന് കൊടുത്താൽ, അതായത് സാധാരണ അൾസറിന് കൊടുക്കുന്ന മരുന്ന് ഉപയോഗിച്ചാൽ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം പേഷ്യൻസിന് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് വിചാരിക്കും എൻ്റെ അസുഖമൊക്കെ മാറി എന്ന് വിചാരിക്കും, ഡോക്ടറും വിചാരിക്കും അസുഖമൊക്കെ പോയി എന്ന് വിചാരിക്കും. പക്ഷേ ഈ ക്യാൻസർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ അൾസർ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ അത് മാറി എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ വി നോ ഇറ്റ് ഇസ് നോട്ട് ക്യാൻസർ എനിമോർ. പിന്നെ ഗ്യാസ്ട്രിക് ക്യാൻസറിനെ പറ്റി ആരും ഭയക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് എ വെരി കോമൺ ക്യാൻസർ. ക്യാൻസറുകളുടെ പട്ടികകൾ വളരെ താഴെയാണ് ഗ്യാസ്ട്രിക് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് ക്യാൻസർ വരുമോ അല്ലെങ്കിൽ വയറുവേദന ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രിക് ക്യാൻസർ ആകാം എന്നുള്ള ധാരണ വെറും ആശങ്ക മാത്രമാണ്. വെരി റെയർ കണ്ടീഷൻ. പക്ഷേ സ്ഥിരമായി പുകവലിക്കുകയും സ്ഥിരമായി മദ്യപിക്കുകയും ചെയ്യുന്നവർ അല്പം കൂടെ സൂക്ഷിക്കണം. കാരണം ഗ്യാസ്ട്രിക് ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പുകവലിയെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. നമ്മൾ വലിച്ചൂതുന്ന പുക നിരപരാധിയായിട്ടുള്ള മറ്റൊരാളുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരുപക്ഷെ ആ വ്യക്തിക്കായിരിക്കും ക്യാൻസർ വരിക, നമ്മൾക്ക് ചിലപ്പോൾ വരണമെന്നില്ല. അതിനെയാണ് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതിനെതിരായിട്ടുള്ള നിയമങ്ങൾ നാട്ടിൽ നിലവിൽ വന്നു കഴിഞ്ഞു. ഈ നിയമങ്ങൾ വന്നതിൻ്റെ
മെഡിക്കൽ അടിസ്ഥാനമാണ്, മെഡിക്കലായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വലിച്ചു പോകുന്ന പുക ഒരാൾക്ക് അസൗകര്യം മാത്രമല്ല, അയാൾക്ക് അസുഖം വരുത്തി വയ്ക്കാനും സാധ്യതയുണ്ട്. ഒരു പേഷ്യൻ്റെ കേസ് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. 2-3 വർഷം മുമ്പ് ഞാൻ കണ്ടൊരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റ് ഒരു സ്ത്രീയാണ്, 60 വയസ്സുള്ള സ്ത്രീയാണ്. അവർക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ടായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. വിഴുങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എൻഡോസ്കോപ്പി ആണല്ലോ അതിൻ്റെ ചികിത്സ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അവർക്ക് അന്നനാളത്തിനകത്തൊരു ട്യൂമർ വളർന്നു വരുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ പുകയില ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. കാരണം പാൻ മുതലായ മുറുക്കാൻ ഉപയോഗിക്കുന്നവരിൽ ഇത് കണ്ടുവരാറുണ്ട്, പുകയിലയുടെ ഉപരും. അവർ ഞാൻ മുറുക്കാറില്ല, മദ്യപിക്കുന്ന ശീലമില്ല, പുകവലിക്കുന്ന ശീലമില്ല എന്നൊക്കെ പറഞ്ഞു. ഫാമിലി ഹിസ്റ്ററി ഒന്നുമില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും നല്ല ഹെൽത്ത് ഹാബിറ്റ് ഉള്ളൊരു സ്ത്രീക്ക് എന്തുകൊണ്ട് ഫുഡ് പൈപ്പിൽ ക്യാൻസർ വന്നു എന്ന് ഞാനിങ്ങനെ തലപുകഞ്ഞ് ആലോചിച്ചപ്പോൾ എൻ്റെ തലയിൽ വന്നൊരു ഐഡിയ ആണ്, മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. ഞാൻ ചോദിച്ചു, വീട്ടിൽ മറ്റാരെങ്കിലും പുകവലിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, വീട്ടിൽ ഹസ്ബൻഡ് പുകവലിക്കും. അദ്ദേഹം വലിച്ചു പോകുന്ന പുക വർഷങ്ങൾ കൊണ്ട് ഈ സ്ത്രീ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ശ്വസിച്ചതിന് ശേഷമാണ് അവർക്ക് ക്യാൻസർ വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ട്രാജിക് സ്റ്റോറീസ് നമ്മൾ കണ്ടുവരാറുണ്ട്. ആരെയും കുറ്റം പറയാനില്ല, പക്ഷേ നമ്മളൊരിക്കലും ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ പുകവലിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിന്. മാധവ് രാംദാസിന്റെ രണ്ടാമത്തെ ഡോക്ടർ രോഗം സാമൂഹിക ജീവിതത്തിലേക്ക്, വ്യക്തി എന്ന ഒറ്റപ്പെടലിലേക്ക് തീവ്രമായ കാഴ്ചപ്പാട് സംവിധായകൻ മാധവ് രാംദാസ് കുമാറും സംവിധായകനും ചേർന്നാണിത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് അപ്പോൾ. രാഘവൻ, അരുൺ തമിഴ് ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു.